ഇന്ന് നമ്മൾ കാണാൻ പോണത് ബേസിസ് ആണ്. ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം, സ്പാൻ ചെയ്യണം എന്നാണ് കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇവിടെ ഫോട്ടോ എടുത്തപ്പോൾ പോയി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു -2 1 3 2 9 -3 2 3 -3. ഇതാണ് നമ്മുടെ വെക്ടേഴ്സ്. ഷോ ദാറ്റ് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആൻഡ് റൈറ്റ് ദം വൺ വെക്ടർ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ ടു. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടറിനെ ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു, a × -2 1 3 പ്ലസ് b × 2 9 -3 പ്ലസ് c × 2 3 -3 = 0 0 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, -2a + 2b + 2c കിട്ടി. അടുത്തത് a + 9b + 3c. നെക്സ്റ്റ് 3a - 3b - 3c = 0 എന്ന് വന്നു. ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ab = a എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എന്ത് കിട്ടും, -2 2 2 1 9 3 3 -3 -3. ഇതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റത്തെ ആ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ആ 1 വരുന്ന റോനെടുത്ത് സെക്കൻഡ് റോ ആക്കി ഇട്ടു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, -2നെ 0 ആക്കണം, അത് കഴിഞ്ഞ് 3നെ 0 ആക്കണം. -2നെ 0 ആക്കാൻ എന്ത് ചെയ്യുക, R2 ചേഞ്ചസ് ടു R2 + 2R1. അത് ചെയ്യുമ്പോൾ 1 9 3 0 28 എന്ന് വരും. അതായത് ആ ഒരു ഓപ്പറേഷൻ ആ റോ മൊത്തം ചെയ്യണം. ഇനി 3നെ 0 ആക്കാൻ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ നോക്കുക ഫസ്റ്റ് റോനാണ്. R3 ചേഞ്ചസ് ടു R3 - 3R1. അത് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 0 -30 -12. നെക്സ്റ്റ് നമ്മൾ ആരെ 0 ആക്കണം, -13നെ 0 ആക്കണം. അപ്പോൾ -13നെ 0 ആക്കാൻ നോക്കിയപ്പോൾ എന്ത് വന്നു, -13നെ 0 ആക്കാനുള്ള ഇക്വേഷൻ എന്താ, ഇങ്ങനെ ഒന്ന് 20നെ നോക്കണം, മറ്റേത് -30. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതെങ്ങനെയാണ്, R3 ചേഞ്ചസ് ടു R3യിൽ ഇല്ലാത്തത് 20, R2യിലുള്ളത് എന്താ 20 ആണ്, ഇല്ലാത്തത് 30. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് പ്ലസ് ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, 2R3 + 3R2. രണ്ടും 20 30 ചെയ്തുകൊണ്ടാണ് ഞാൻ 2 3 എടുത്തേക്കണത്. അപ്പം അത് ചെയ്യുമ്പോൾ ഫുള്ള് റോയ് 0 ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്താം, എ ബി സി അല്ലേ എഴുതിയിരുന്നത്, a + 9b + 3c = 0. അടുത്ത ഇക്വേഷൻ 20b + 8c = 0. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതിന് കൊടുക്കുക. സിക്ക് ടി കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ നമ്മൾ ഒന്നുകൂടി നോക്കാം, റാങ്ക് എന്താ വന്നേക്കുന്നത്, 2. റാങ്ക് 2 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ ഫ്രീ വേരിയബിൾ എന്ന് പറയുമ്പോൾ 3 - 2 = 1 വന്നു. അപ്പോൾ 20b + 8c = 0. ആ സിയുടെ വാല്യൂ ടി ആണ്. അപ്പോൾ 20b + 8t = 0 എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, a + 9b + 3c = 0. ഇതല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 20b = -8t എന്ന് വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, സിയുടെ വാല്യൂ t ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, അതായത് 20b = -8t, b = -8/20t. ഇനി എന്ത് ചെയ്യണം, 8/20 നമുക്ക് -4/10 അതൊന്നുകൂടി ചെറുതാക്കി -2/5t എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ c = t എന്ന് കിട്ടിയിട്ടുണ്ട്, b = -2t/5 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a = എന്താവും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ a + 9b + 3c = 0 ആണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, a = -9b - 3c. സിയുടെ അവിടെ ടി ഇട്ട് കൊടുക്കുമ്പോൾ -3t -9 × b എഴുതുമ്പോൾ എന്ത് വരും, -2t/5. അപ്പോൾ 2 × 9 എന്ത് വന്നു, +18t/5. രണ്ടും കൂടി ചെയ്യുമ്പോൾ എന്ത് വന്നു, ഇൻറ്റു എന്ത് ചെയ്യുക, 5
5. അപ്പോൾ 18t - 15t ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3t/5. ആക്ച്വലി ഇതിന് കുറേ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ABCനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആൾ 5 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ടിക്ക് 5 കൊടുക്കുക. ടിക്ക് 5 കൊടുക്കുമ്പോൾ എന്ത് വന്നു? എയുടെ വാല്യൂ എന്ത് വരും? 3 × 5/5. അപ്പോൾ എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ -2, സിയുടെ വാല്യൂ 5. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റിലേ ഉള്ള a × -2 13 പ്ലസ് ബിയുടെ വാല്യൂ എന്താ വന്നേക്കണത്? -2 × 2 9 -3 പ്ലസ് സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയേക്കണത് 5 × 2 3 - 3 = 0 എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ -2 × 2 9 - 3 എന്നുള്ള ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് എഴുതാം? ഈ ഫസ്റ്റും തേർഡും വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ നമ്മൾ ആരെഴുതി? സെക്കൻഡ് വെക്ടറിനെ എഴുതി. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പോളിനോമിയൽസിലും വരാം. അപ്പോൾ പോളിനോമിയലായിട്ട് 2 - x 2x - x², 6 - 5x + x². ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a × 2 - x, b × 2x - x² പ്ലസ് c × 6 - 5x + x² = 0. ഇനി എന്ത് ചെയ്തു? x² കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ c - b പ്ലസ് x × -a + 2b - 5c പ്ലസ് 2a + 6c = 0. ഞാൻ എന്ത് എഴുതി? ശരി പറഞ്ഞാൽ -1ൻ്റെ ഇക്വേഷൻ വരണത് വേണമെങ്കിൽ എഴുതാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 2 0 6 0 എന്ന് വന്നു. അടുത്തത് 0 - 1 1 0 എന്ന് വന്നു. അടുത്തതോ -1 2 - 5 0. ഇതെല്ലാം നമ്മൾ മെട്രിക്സ് ആക്കി എഴുതി. ഈ -1ന് 0 ഒക്കെ എന്ത് ചെയ്താൽ മതി? R3 ചേഞ്ചസ് ടു 2R3 + R1. അത് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വന്നു, 4 വന്നു, -2 × -5 -10 + 6 -4. അടുത്ത എലമെൻറ്റ് 0. അടുത്ത് നമ്മൾ 4നെ 0 ആക്കണം. R3 ചേഞ്ചസ് ടു R3 + 4 എന്താ വരേണ്ടത്? R3 ചേഞ്ചസ് ടു R3 + 4R2. അത് ചെയ്യുമ്പോൾ എന്ത് വന്നു? ഫുള്ള് 0. കാരണം അത് സെക്കൻഡ് റോൻ്റെ മൾട്ടിപ്പിളാണ് ആര്? തേർഡ് റോ. അപ്പോൾ നമുക്കിതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഫുള്ള് റോ 0 വന്നു. ഇതിൻ്റെ റാങ്ക് എന്താ? 2 ആണ്. എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഫ്രീ വേരിയബിൾ എന്ന് പറയുമ്പോൾ 3 - 2 = 1. അപ്പോൾ അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടി. ഇങ്ങനെ എഴുതുമ്പോൾ എന്തോരം? 2a + 6c = 0. അടുത്തത് -b + c = 0. അങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ 2a + 6c = 0 എന്ന് വരുമ്പോൾ 2a = -6c എന്ന് വരും. അപ്പോൾ a = എന്ത് വരുന്നു? ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? -b + c = 0. ഇതിൽ നമുക്ക് ആർക്ക് t കൊടുക്കാം? ഇപ്പോൾ സപ്പോസ് സിക്ക് t കൊടുക്കുകയാണെങ്കിൽ b = t എന്ന് വരും. അടുത്തത് എന്ത് വരും? അങ്ങനെയാണെങ്കിൽ 2a + 6c = 0. 2a = -6c എന്ന് വരും. അപ്പോൾ a = നമുക്ക് എന്താ വരിക? /3 എന്ന് വരും. അതായത് അപ്പോൾ എന്താ വരിക? 2a + 6c = 0. അപ്പോൾ 2a = -6c എന്ന് വരും. a = -6c/2. അത് വെച്ചാൽ -3. അപ്പോൾ നമുക്ക് -3t എന്നാണ് കിട്ടുക. ഇവിടെ ടിക്ക് 1 കൊടുക്കുമ്പോൾ എന് 1 വരും. അല്ല, എന്നല്ല, സിക്ക് 1 വരും, ബിക്ക് 1 വരും, സീന് എന്ത് വന്നു? -3 എന്ന് വന്നു. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് എന്ത് കിട്ടും? ലീനിയർ കണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് 0 ആണോ കിട്ടിയേക്കണത്? അല്ല. അപ്പോൾ ഇങ്ങനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിന് ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇതൊക്കെ നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്.
നോക്കൂ കേട്ടോ. 1 + 3x + x² - 1 + x + 2x², 4x. അത് ചെയ്യുമ്പോൾ a = 0, b = 0, c = 0 എന്നിലേക്ക് എത്തുന്നുണ്ടോ നോക്കാം. അതായത് അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ കാര്യത്തിലും ഇതേ 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. a × ഫസ്റ്റ് മെട്രിക്സ് + b × സെക്കൻഡ് മെട്രിക്സ് + c × തേർഡ് മെട്രിക്സ് = 0, 0, 0, 0 എന്ന് കിട്ടി. ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വന്നു? a - 2c = 0, b + c = 0. 2 ഇക്വേഷൻസ് ഉള്ളൂ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ a b c കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? അതായത് അങ്ങനൊരു മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ 1 0 -2, അടുത്തത് 0 1 1 0 എന്ന് കിട്ടും. അതായത് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2. എന്നിൻ്റെ വാല്യൂ എന്താ വരിക? n ഇവിടെ ആരുണ്ട്? a b c ഉണ്ട്. n 3 ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേരിയബിൾ കൊടുക്കാം. ഇവിടെ a - 2c = 0, b + c = 0. രണ്ടിലും കോമൺ ആയിട്ടുള്ള c ആണ്. അപ്പോൾ സിക്ക് t കൊടുത്തു. അപ്പോൾ ബിയുടെ വാല്യൂ -t, എയുടെ വാല്യൂ 2t. അപ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ സിക്ക് 1, എന് 2, ബിന് -1. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? അത് 0. ഈസ് ദിസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്? അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഇവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരണ്ടേ? ഇതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. a = 1 - 1 4 5, b = 4 3 - 2 3, c = 1 - 8 22 23. ഇത് പോസ് ചെയ്യുക. അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി വേറെ എന്താണ്? ഇതേ ഒരു ഭാഗത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ വിച്ച് വാല്യൂസ് ഓഫ് t is each set is linearly independent? t11 1t1 11t ഫസ്റ്റ്. സെക്കൻഡ് എന്താ? t11 101 113t. അത് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസാണ് ഏതൊക്കെ ടിയുടെ വാല്യൂ വരുമ്പോഴാണ് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാമെന്നാണ് ചോദ്യം. അതായത് ഡിറ്റർമിനൻ്റ് 0 ആയിക്കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആവുന്ന പോയിൻറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കുക. അത് നോട്ട് ഈക്വൽ ടു തരണ പോയിൻറ്റ്സാണ് നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വരിക. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? c1 × ഫസ്റ്റ് വെക്റ്റർ t11 + c2 × സെക്കൻഡ് വെക്റ്റർ + c3 × തേർഡ് വെക്റ്റർ = 0 എന്ന് കൊടുത്തു. അപ്പോൾ tc1 + c2 + c3 = 0, c1 + tc2 + c3 = 0, നെക്സ്റ്റ് c1 + c2 + tc3 = 0. അപ്പോൾ എഴുതുമ്പോൾ എന്ന് വന്നു? t11 1t1 11t എന്ന് വന്നു. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാം? ഇനിയാണ് ഈ വെക്റ്റർ എഴുതുക, അത് നിൽക്കണ റോനും കോളത്തിനും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള ആൾ t1 12 1t മൈനസ് ഈ 1 എഴുതി. അപ്പോൾ ഇത് നിൽക്കണ റോനും കോളത്തിനും ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ എന്ത് വന്നു? 1 1 1t പ്ലസ് അടുത്തത് ഈ 1 റോനും കോളത്തിനും ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ 1t 1 1 എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് വന്നു? t × t² - 1 മൈനസ് ഓഫ് t - 1 പ്ലസ് 1 - t. ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ t³ - t മൈനസ് t പ്ലസ് 1 പ്ലസ് 1 മൈനസ് t. അപ്പോൾ എന്ത് വന്നു? ഇവിടെ 2 വന്നിട്ടുണ്ട്. അടുത്തത് t³ വന്നിട്ടുണ്ട്. -2t -t -3t കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്ററിൽ നിൽക്കണ കയ്യിൽ. അപ്പോൾ അത് പോളിനോമിയൽ ഇട്ട് കൊടുക്കുമ്പോൾ x³ - 3x + 2 കൊടുക്കുമ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ എന്ത് വന്നു? -2ഉം 1ഉം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനൻ്റ് a 0 ആവുന്ന പൊസിഷൻസ് ഉണ്ടല്ലോ, അതാണ് t -2 1. അവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഇനി ഡിറ്റർമിനൻ്റ് a നോട്ട് ഈക്വൽ ടു 0 ആവുന്ന പൊസിഷൻസ് ഏതാ? -2 1 അല്ലാത്ത എല്ലാ വാല്യൂസും. അപ്പോൾ t നോട്ട് ഈക്വൽ ടു -2 1 ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക.
ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. എ ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് ബി ഇൻറ്റു സെക്കൻഡ് വെക്റ്റർ പ്ലസ് സി ഇൻറ്റു തേർഡ് വെക്റ്റർ. അത് ഫസ്റ്റ് വെക്റ്റർ T11, ബി ഈക്വൽ ടു 101, സി ഈക്വൽ ടു 1133. എന്നിട്ടത് ഓപ്പൺ ചെയ്യുക, കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ചെയ്താൽ ഡിറ്റർമിനൻ്റ് നോക്കുക. അപ്പോൾ T ഈക്വൽ ടു 1/2 വരണില്ലേ, ഇത് പോസ് ചെയ്യുക, വരണില്ലേ എന്ന് ഉറപ്പ് വരുത്താം. ഇനിയാണ് ബേസിസ് ഓഫ് വെക്റ്റർ സ്പേസ്. ബേസിസ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്പാൻ ചെയ്യണം, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായി മാറും, ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ആർ ക്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസാണ് 1 0 0 0 1 0 0 0 1. ഓക്കെ, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഇനി എന്താ ചോദ്യം, ഷോ ദാറ്റ് എസ് ഈക്വൽ ടു 1 1 1 മൈനസ് 1 ഈസ് എ ബേസിസ് ഫോർ ആർ സ്ക്വയർ. ആർ സ്ക്വയറിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവണം വെച്ചാൽ 2 എലമെൻറ്റ്സ്. ആർ ക്യൂബിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ് ഉണ്ടാവും വെച്ചാൽ 3 എലമെൻറ്റ്സ്. r⁻n ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എലമെൻറ്റ്സ്. അപ്പം ഇതിനൊക്കെ വ്യത്യാസം വരുമ്പോൾ അതെന്താവില്ല, ബേസിസ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആർ ക്യൂബിൽ ഇപ്പോൾ നമുക്ക് തന്ന വെക്റ്റേഴ്സിൽ 2 എലമെൻറ്റ്സ് ഉള്ളെങ്കിൽ അതെന്ത് ചെയ്യില്ല നമുക്ക് ഉറപ്പിച്ച് പറയാം, അത് സ്പാൻ ചെയ്യില്ല എന്ന് പറയാം. ഇനി നമ്മുടെ കയ്യിൽ ആർ ക്യൂബ് തന്നെ എടുത്തേക്കണം, നമ്മുടെ കയ്യിൽ 4 വെക്റ്റേഴ്സ് കൂടുതൽ തന്നു കഴിഞ്ഞാൽ എന്ത് പറയാം, അത് സ്പാൻ ചെയ്യും, പക്ഷെ അതെന്താവില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. കുറഞ്ഞെന്താവില്ല, സ്പാൻ ചെയ്യില്ല, കൂടി എന്താവില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ നമ്പറൊക്കെ തന്നിട്ടുള്ളത് അവർ കറക്റ്റാണ്. 1 1 1 മൈനസ് 1 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എ ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 1 ഈക്വൽ ടു, ഫസ്റ്റ് നമ്മളത് ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്തു, ആ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതി 1 1 0 1 മൈനസ് 1 0. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 1നെ 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ചെയ്യുമ്പോൾ എന്ത് വന്നു, 1 1 0 0 മൈനസ് 2 0. അപ്പോൾ ഇവരെന്താണെന്ന് കിട്ടി, -2b ഈക്വൽ ടു 0, അതുപോലെ a പ്ലസ് ബി ഈക്വൽ ടു 0. -2b 0 എന്ന് പറയുന്നിടത്തുനിന്ന് b 0 എന്ന് കിട്ടും. a പ്ലസ് ബി 0 എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഓൾറെഡി b 0 ആയിട്ടുണ്ട്, അപ്പോൾ എയും 0 എന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഈ സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി സ്പാൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബേസിസ് ആവും എന്ന് പറയാം. ഇനി ശരിക്ക് എന്താണ് ടൈം ഉണ്ട്, അതേപോലെ തന്നെ മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ എന്താ, സ്പാൻ ചെയ്യണ്ടെന്നും കൂടി ഒന്ന് കാണിച്ചോളൂ. അതെങ്ങനെ കാണാം, നമ്മൾ ആർ സ്ക്വയറിന് ആർബിറ്ററി ആയിട്ട് U1 U2 എന്ന് പറഞ്ഞൊരു വെക്റ്ററിനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, U1 നമുക്ക് ഉറപ്പാണ് കിട്ടുക, അത് സ്പാൻ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി സ്പാൻ ചെയ്യും. അപ്പോൾ U1 U2 ഈക്വൽ ടു എ ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 1 ചെയ്തു. അപ്പോൾ എന്ത് വന്നു, എ പ്ലസ് ബി എ മൈനസ് ബി U1 U2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ കിട്ടിയ ആളുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ സ്പാൻ ചെയ്യില്ല, ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ സ്പാൻ ചെയ്യും. അപ്പം എന്തായാലും നമുക്കറിയാം അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആവില്ല, കാരണം അതൊക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റിൽ നോക്കണത്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റിന് സ്പാനിൽ ഒരേ കൺസെപ്റ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതെന്ത് ചെയ്തു, എസ് സ്പാൻസ് ആർ സ്ക്വയർ. പിന്നെ സ്പാനിങ്ങിൻ്റെ കേസ് എന്ത് ചെയ്യണം, ഒന്നും കൂടിയും ടൈമുണ്ട്, മാർക്ക് കൂടുതലാണെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം, വി ഗെറ്റ് എക്സാക്ട്ലി 2 ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഓഫ് ആർ സ്ക്വയർ സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി സ്പാൻ ചെയ്യും, അതേപോലെ തന്നെ അത് ബേസിസിനെ ഫോം ചെയ്യുമെന്ന് എഴുതി വയ്ക്കുക. ഞാനിവിടെ ഒരുപാട് എക്സാമ്പിൾസ് എഴുതി തന്നിട്ടുണ്ട്. അതിലൊന്നാണ് 1 2 3 0 1 2 -2 0 1. അപ്പോൾ എ ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് ബി ഇൻറ്റു 0 1 2 പ്ലസ് സി ഇൻറ്റു -2 0 1 ഈക്വൽ ടു 0 0 0 എന്ന് എഴുതി. അപ്പോൾ എ -2c, നെക്സ്റ്റ് 2a പ്ലസ് ബി, അടുത്തത് 3a പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടി. ഇനി അതിൻ്റെ മെട്രിക്സ് എഴുതുമ്പോൾ a -2c ഈക്വൽ ടു 0, 2a പ്ലസ് ബി ഈക്വൽ ടു 0, 3a പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 0.
കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതുമ്പോൾ എന്താ വരിക? 1 0 -2 2 1 0 3 2 1 അല്ലേ? ഇനി സമയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണ പോലെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അപ്പോൾ ഒരു ബിയും കൂടി എഴുതാം. അങ്ങനെ ചെയ്ത് C1 = 0, C2 = 0, C3 = 0. അപ്പോൾ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ U1 U2 U3 എടുത്തു. ആ ഒരു കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എടുത്തിട്ട് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് അത് സ്പാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. അത് പക്ഷെ എന്ത് ചെയ്യണം? അതായത് മാർക്ക് കൂടുതലാണെങ്കിൽ ഡിറ്റർമിനൻ്റ് A ഒന്ന് നോക്കാം, കുറവാണെങ്കിൽ ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം A പാർട്ടിലൊക്കെ വരുമ്പോൾ. B പാർട്ടിലാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റെപ്പൊക്കെ വേണ്ടേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനൊക്കെ കാണിച്ചോ, അതായിരിക്കും ബെറ്റർ. മാർക്ക് എവിടെയും പോവാണ്ടിരിക്കാനുള്ള ബെറ്റർ. ഷോ ദാറ്റ് വെക്റ്റർ സ്പേസ് P3, ഇതാണ് സ്റ്റാൻഡേർഡ് വെക്റ്റർ സ്പേസ് 1x2 x3. മെട്രിക്സിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ, ഇത് സ്റ്റാൻഡേർഡായ സംഭവമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടോ? എവരി വെക്റ്റർ, അതായത് ഇപ്പോൾ നമുക്ക് V1 V2 etc. Vn ഉണ്ട്, അതൊരു ബേസിസ് തന്നേക്കാം. നമുക്ക് ഒരു വെക്റ്റർ സ്പേസിന് ഒരു ബേസിസ് തന്നു. അപ്പം നമുക്ക് എന്താ, ഈ വിയിലുള്ള എസ് എന്ന് പറയുന്നതിൽ V1 V2 etc. Vn ഉണ്ട്, അത് വെക്റ്റർ സ്പേസിൻ്റെ ബേസിസാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളോട് പറയണത് എന്താ വെച്ചാൽ വിയിലെ ക്യാപിറ്റൽ വിയിലെ ഏത് വെക്റ്ററിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷനിൽ ഈ വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു തിയറം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബേസിസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ യുണീക്കായിരിക്കും. അതൊരു തിയറം അതിൽ പറഞ്ഞു പോകുന്നുണ്ടെന്ന് മാത്രം. ഇനി എന്താ അടുത്തത് പറയണത്? ഇപ്പോൾ V1 V2 ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കൺസെപ്റ്റാണ്. V1 V2 etc. Vn എന്ന് പറയുന്നത് ബേസിസ് ഫോർ V ആണ്. അങ്ങനെയാണെങ്കിൽ ഈ n വെക്റ്റേഴ്സിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. n വെക്റ്റേഴ്സിനേക്കാളും കുറവ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല? സ്പാൻ ചെയ്യില്ല. ആ കാര്യം ഒന്ന് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് M3x3 മെട്രിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബേസിസ് ആവണമെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ആ ഡൈമെൻഷൻസും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി എന്താ കണ്ടോ? S is not basis, explain S is not basis of M2x2 matrix. എന്താ കാരണം? നമുക്കറിയാം 2x2 മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് വരണം? 4 എണ്ണം വരണം. ഇവിടെ 2 എണ്ണം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ഫോം ചെയ്യില്ല? ബേസിസ് ആവില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ 1 2 3 4 എണ്ണൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് തന്നെ വേണം അല്ലേ? അങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റില്ല. A × 1 0 0 0 പ്ലസ് B × 0 1 1 0 പ്ലസ് C × 1 0 0 1 പ്ലസ് D × 8 -4 -4 3 ഈക്വൽ ടു എന്ത് കൊടുത്തു? 0 0 0 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? A + C + 8D. അടുത്തത് B -4D. നെക്സ്റ്റ് B -4D. അവസാനത്തെ എന്താ? C + 3D. അപ്പോൾ 4 ഇക്വേഷൻ കിട്ടി. 4 ഇക്വേഷൻ കിട്ടിയപ്പോൾ നമ്മൾ 4 എഴുതി. ആദ്യത്തെ എന്താ? 4 അല്ല, എന്താ വെച്ചാൽ ഒരെണ്ണം സെയിം ആണ്. B -4D = 0 സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ 3 എണ്ണം വന്നേക്കുന്നത്. അപ്പോൾ A + C + 8D = 0. അത് എഴുതുമ്പോൾ എന്ത് വരും? 1 1 8 0. നെക്സ്റ്റ് 0 1 0 -4. അടുത്തത് 0 0 1 3 0 എന്ന് വന്നു. ഇനി നമ്മൾ എഴുതുമ്പോൾ ഇതിനൊന്നും ചേഞ്ച് ചെയ്യാനില്ല. അപ്പോൾ എന്താ വരിക? അല്ല, ഇപ്പോൾ കിട്ടിയ ഇതിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. ഇപ്പോൾ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. പിന്നെ അതേപോലെ തന്നെ N എന്ന് പറയുന്നത് എന്താ? N എന്ന് പറയുന്നത് 4 ആണ്. കാരണം ABCD ഉണ്ട്, 4 ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? N-R 1 ആണ്. ഇഷ്ടമുള്ള ഒരെണ്ണത്തിന് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. Dക്ക് T കൊടുത്തു. അപ്പോൾ C = -3D = -3T എന്ന് കിട്ടി. dt C =
3t എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? ബി ഈക്വൽ ടു 4d എന്ന് വരും. അതായത് ബി ഈക്വൽ ടു 4t എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുക? എ ഈക്വൽ ടു -6 -8d എന്ന് വന്നു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പ്ലസ് സി പ്ലസ് 8d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിക്ക് -3t അല്ലേ? എ -3t പ്ലസ് 8t ഈക്വൽ ടു 0. എ പ്ലസ് 5t ഈക്വൽ ടു 0. സോ എയുടെ വാല്യൂ എന്ത് കിട്ടി? -5t എന്ന് കിട്ടി. എ കിട്ടി, ബി കിട്ടാണ്ട് അല്ലേ? ബിയുടെ ഇക്വേഷൻ എന്താ? ബി -4d ഈക്വൽ ടു 0. ബി ഈക്വൽ ടു 4d. സോ ബി ഈക്വൽ ടു 4t. ഇനിയിപ്പോൾ ഇതെങ്ങനെ ലീനിയർ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരാരല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ അവർ ബേസിസ് ഫോം ചെയ്യില്ല. അതല്ലേ ഇന്ന് നമ്മുടെ ചോദ്യം. എന്താണ് ഇത്? ബേസിസ് ഫോം ചെയ്യൂല എന്നല്ലേ? ഇങ്ങനെ ഒരുപാട് വെക്റ്റേഴ്സ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട്. അല്ല, ഒരുപാട് വെക്റ്റേഴ്സ് ഉണ്ടാക്കിക്കൂടെ?